ഹലോ അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മാവല കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. മാങ്ങ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയായിരിക്കും. പക്ഷേ മാവല അങ്ങനെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാണ്ട് പോയിട്ടുള്ളൊരു സംഭവമാണ്. അതിലൊരുപാട് വൈറ്റമിൻസും ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും, കുറക്കാൻ നല്ല പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാനും, BP ബ്ലഡ് പ്രഷർ കുറക്കാനും ഒക്കെ ഒരു നല്ല സംഭവമാണ് ഈ ഒരു മാവല. അപ്പോൾ നമുക്ക് അതുകൊണ്ടുള്ളൊരു ജ്യൂസ് നോക്കിയാലോ. അതിന് മുൻപായിട്ടൊരു കാര്യം പറയട്ടെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്, ഒരിക്കൽ തവണ ചെയ്താൽ പിന്നെ ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ വരില്ലേ, ആ ബെലൈക്കൺ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻസ് വരും. ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക. അപ്പോൾ ഞാനിവിടെ 3 മാവലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 2 ഗ്ലാസ് ഫുള്ളായിട്ടുണ്ടാവും, അങ്ങനെ ആ ഒരു കണക്കിനാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഞാനത് ഒരു ഗ്രൈൻഡറിലേക്ക് മുറിച്ച് എടുക്കുന്നുണ്ട്. ജ്യൂസർ എടുക്കണമെങ്കിൽ നല്ലത് ഇതുപോലത്തെ ഗ്രൈൻഡർ ആദ്യം എടുക്കുക, കാരണം നമുക്ക് നന്നായി പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ആ നടുവിലത്തെ ഭാഗം ഒഴിച്ച് ആ ഇലയുടെ ഭാഗം മാത്രം അതിലേക്ക് ഇടുക. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയാണ്. ഒരു 3/4 ഭാഗത്തോളം ചെറുനാരങ്ങ മതി, കാരണം 2 ഗ്ലാസ്സിനല്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നിങ്ങൾ അധികം എടുക്കുക. ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാനായിട്ട്. അതേപോലെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഇത്തിരി പൈനാപ്പിളിൻ്റെ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക കളറും ഒരു ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞിടുക. ഇഞ്ചി ചതച്ച് വെച്ചതുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരക്കുക. അപ്പോൾ ഇതേപോലെ പരുവത്തിൽ അരച്ചെടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ആ തരികളൊക്കെ വിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് ചേരുന്നത് കുതിരാൻ വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ജ്യൂസ് ഫ്രഷായിട്ട് ഒഴിച്ച് കുടിക്കാം. ഫ്രഷായിട്ട് എടുക്കണം കേട്ടോ ഇതിന് ടേസ്റ്റ്. കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല നമുക്ക്. അപ്പോൾ നല്ല ചൂടുള്ള സമയത്തും അതുപോലെ നോമ്പ് തുറക്കായാലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അരച്ച് റെഡിയാക്കി വെക്കാം. എന്നിട്ട് ആ ഒരു നോമ്പ് തുറയുടെ സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പൈനാപ്പിൾ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ, അത് ഓപ്ഷണലാണ്. അതേപോലെ ചെറുനാരങ്ങ ഇടുക. പിന്നെ ചിലർ പച്ചമുളകൊക്കെ ഇടുന്ന കാണാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.